ബഹുമാനപ്പെട്ട ദീപ, അതോടൊപ്പം തന്നെ ഉദ്ഘാടനം നിർവഹിച്ച ശ്രീമതി MLA ദീപ അവരെ വേദിയിലും സഹസ്രായിരിക്കുന്ന ഏറ്റവും സ്നേഹമുള്ളവരെ, ഏറെയും അവസാനത്തെ പ്രസംഗമാണ്. അത്രയും ഒരു ആശ്വാസത്തോടായിരിക്കും ഇവിടെ എല്ലാവരും ഇരിക്കുന്നത്. ഞങ്ങൾ ഏറ്റവും ശ്രേഷ്ഠമായിട്ട് ഇതിനെക്കുറിച്ച് ഉണ്ണികൃഷ്ണൻ സാറ് നന്നായിട്ട് പറഞ്ഞു. അവിടെ ഞാനൊന്നും പറയുന്നില്ല. സാഹിത്യ ലോകത്തും വിദ്യാഭ്യാസ ലോകത്തുമാണ് ഞങ്ങളൊക്കെ നിൽക്കുന്നത്. ശരദിനെ കണ്ടിട്ട് പഠിക്കുന്ന കുട്ടികളോട് ഞാൻ പറയുന്നത്, ശരത് ആലോകാരനാണ്, വെൺമണിക്കൊരു പേരൊക്കെ കൂടെയുണ്ട്. പക്ഷെ ശരദിനെ മാറ്റി വെച്ചിട്ട് നിങ്ങൾ അഭിനയത്തേക്ക് വരണം, ഡാൻസ് വഴി. സിന്ധുവിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. എൻ്റെ സുഹൃത്ത് നെൽസന്റെ ഭാര്യയാണ് സിന്ധു. അപ്പൊ അങ്ങനെ ബന്ധം കൂടെ ഞങ്ങൾക്കുണ്ട്. അവിടെ 20ാമത് വാർഷികവും അതിൻ്റെ അരങ്ങേറ്റ നൃത്തസംഗീതം അവതരിപ്പിക്കുന്ന എല്ലാ കുട്ടികൾക്കും അവരെ പഠിപ്പിച്ച അധ്യാപകർക്കും പ്രത്യേക അഭിനന്ദനങ്ങളും ആശംസകളും നേരുന്നതോടൊപ്പം മറ്റു അവസാനിപ്പിക്കാൻ പ്രിയപ്പെട്ട കുരുന്നുകളെ, നിങ്ങൾ ഡാൻസ് ചെയ്യുമ്പോൾ ഒരു കാര്യം ചിന്തിക്കുക. ശോഭന ചേച്ചിയെ കിടന്ന അറിയോ? മണിച്ചിത്രല്ല ഞാൻ വിട്ടിരുന്നുണ്ട്. അതോടെ നിങ്ങൾക്ക് മഞ്ജുവായിട്ട് അറിയാവുന്ന ഞാൻ പറഞ്ഞേ. അപ്പൊ അവരെയൊക്കെ മാറ്റിയിരുത്തിക്കൊണ്ട് നിങ്ങളൊക്കെ മുമ്പിലെത്തുന്നുള്ള പ്രതീക്ഷയിലാണ് നിങ്ങളുടെ അധ്യാപകർ നിങ്ങളെ പഠിപ്പിക്കുന്നത്. ചോറ് നൽകുന്ന അമ്മ നിങ്ങളെ ചോറ് നൽകി വളർത്തുന്നത് നാളെ നിങ്ങൾ അമ്മയാകുമെന്നുള്ള പ്രതീക്ഷയിലാണ്. Am I right? Am I right? Yes. I am really believing in that. അവിടെ എല്ലാ കുട്ടികളും ഇതിവിടെ താളം വെക്കുമ്പോൾ, നൃത്തത്തിന്റെ ചൂട് വെക്കുമ്പോൾ, പാട്ടിന് ചേർന്നുകൊണ്ട് നിങ്ങളുടെ അംഗലാവണ്യം പ്രകടിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ കണ്ണുകൾ ചലിക്കുമ്പോൾ ഞങ്ങളുടെ കണ്ണുകൾ ചലിക്കും. നിങ്ങളുടെ കണ്ണുകളിൽ എന്തെങ്കിലും ആകാംക്ഷഭരിതമായ നാളെയുടെ ഭാവി എന്തെങ്കിലും പിറക്കുന്നുള്ള ചിന്തയ്ക്ക്. അതുകൊണ്ട് ഞാൻ തൽക്കാലത്തേക്ക് സിന്ധുവിനും കൂടുതൽ അധ്യാപകർക്കും നെൽസൺ ചേട്ടനും എല്ലാവർക്കും പരിപാടികൾ അവതരിപ്പിക്കുന്ന വ്യത്യസ്തങ്ങളാകുന്ന ഓരോരുമായി ഈ അംഗണത്തിലെത്തുന്ന അല്ലെങ്കിൽ ഈ സ്റ്റേജിലെത്തുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും അഭിനന്ദനം അറിയിക്കുന്നതോടൊപ്പം ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന മാതാപിതാക്കളുണ്ട്, അല്ലെ? വിഷമത്തോടെ പ്രയാസത്തോടെ എൻ്റെ കൊച്ചിനെ ഒന്ന് തീർന്നില്ലെങ്കിൽ പോകാം. അങ്ങനെ പോകരുത് എന്ന് ഞാൻ പറയും. നിങ്ങളുടെ കുഞ്ഞിന്റെ പാട്ടും ഡാൻസും കണ്ടാൽ ലാസ്റ്റ് വരെയുള്ള കുഞ്ഞിന്റെ പാട്ട് കണ്ടിട്ടേ പോകും. ഞാൻ കോളേജിൽ ഒരു അധ്യാപകനെ കുറിച്ചിട്ടുള്ള എനിക്കറിയാം. ഒരു പ്രോഗ്രാം തുടങ്ങിയാൽ അവരവരുടെ പ്രോഗ്രാം കഴിയുമ്പോൾ അടുത്ത ആളെ പോകും. പോകരുത്, അവസാനം വരെ ഒരു കോളേജ് ഒരുമിച്ച് നിൽക്കേണ്ടതാണ്. അപ്പൊ അങ്ങനെ നിൽക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് 20 അല്ല 50 വർഷവും അതിനപ്പുറം പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നെൽസൺ ചേട്ടൻ വെള്ളമായിട്ട് വരുന്നുണ്ട്. പ്രത്യേകമായ ആശംസ അറിയിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. താങ്ക് യു.